ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബോക്സ് ഓഫീസ് മെമ്മറീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1997 സാമ്പത്തിക വിജയം കൈവരിച്ച് ജെനുവിൻ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയ മലയാള ചിത്രങ്ങളുടെ മൂന്നാമത്തെയും അവസാനത്തെയും എപ്പിസോഡാണ്. ഈ എപ്പിസോഡിൽ സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയ ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 97 സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെ ആകെ 5 ചിത്രങ്ങളാണ് സാമ്പത്തികമായി വിജയം കൈവരിച്ചത്. ഇതിൽ 4 ചിത്രങ്ങളും സൂപ്പർ താര ചിത്രങ്ങളായിരുന്നു. ഇനി ഏതൊക്കെയാണ് ഈ ചിത്രങ്ങളെന്ന് നോക്കാം. 97 സെപ്റ്റംബറിൽ ഓണം സീസണിന്റെ പിന്തുണയോടെ 3 ചിത്രങ്ങളാണ് സാമ്പത്തികമായി വിജയം കൈവരിച്ചത്. 97 സെപ്റ്റംബറിലെ ആദ്യത്തെ ഹിറ്റ് ചിത്രമായിരുന്നു മോഹൻലാൽ നായകനായി എത്തിയ ഓണത്തിനോടനുബന്ധിച്ച് സെപ്റ്റംബർ 4 തിയേറ്ററുകളിലെത്തിയ ചന്ദ്രലേഖ. പ്രിയദർശൻ സംവിധാനം ചെയ്ത ഈ കോമഡി ഫാമിലി എന്റർടൈനറിൽ മോഹൻലാൽ ഉപ്പുക്കുട്ടൻ എന്ന നിസ്സഹായനായ ഇടത്തരക്കാരന്റെ വേഷത്തിലായിരുന്നു എത്തിയിരുന്നത്. ഫാസിലിന്റെ നിർമ്മാണത്തിലൊരുങ്ങിയ ഈ ചിത്രം ഹാസ്യത്തിന്റെ ഒരു വിരുന്നായിരുന്നു 97 ഓണക്കാലത്ത് പ്രേക്ഷകർക്ക് സമ്മാനിച്ചത്. പ്രിയദർശൻ തന്നെ തിരക്കഥാ സംഭാഷണം ഒരുക്കിയ ചന്ദ്രലേഖ അതുകൊണ്ട് തന്നെ 97 മെഗാ വിജയങ്ങളിലൊന്നായി മാറി. 3 റിലീസിംഗ് സെന്ററുകളിൽ റെഗുലർ ഷോയിലും 4 റിലീസിംഗ് സെന്ററുകളിൽ നൂൺ ഷോയിലും 100 ദിവസം കംപ്ലീറ്റ് ചെയ്ത ചന്ദ്രലേഖ 97 തന്നെ ഏറ്റവും വലിയ പണംവാരി ചിത്രങ്ങളിൽ 2ാം സ്ഥാനം നേടിയ ചിത്രമാണ്. ശ്രീനിവാസൻ, നെടുമുടി വേണു, ഇന്നസെന്റ്, കുതിരവട്ടം പപ്പു, കൊച്ചിൻ ഹനീഫ, TP മാധവൻ തുടങ്ങി നിരവധി ഹാസ്യതാരങ്ങൾ അണിനിരന്ന ഈ ചിത്രത്തിൽ പൂജ ബത്രയും സുകന്യയുമായിരുന്നു നായികാവേഷം കൈകാര്യം ചെയ്തത്. ബേണി ഇഗ്നേഷ്യസ് സംഗീത സംവിധാനം നിർവഹിച്ച മനോഹരമായ ഗാനങ്ങളും ചിത്രത്തിന്റെ വിജയത്തിന് നേട്ടമായി. 97 അടുത്ത ഹിറ്റ് ചിത്രമായിരുന്നു സെപ്റ്റംബർ 12 ഓണത്തിനോടനുബന്ധിച്ച് റിലീസ് ചെയ്ത മമ്മൂട്ടി നായകനായ കളിയൂഞ്ഞാൽ. ജഗദീഷിന്റെയും ജയറാമിന്റെയും ഒരുപിടി ഹിറ്റ് ചിത്രങ്ങൾ സംവിധാനം ചെയ്ത അനിൽ ബാബു ആദ്യമായി മമ്മൂട്ടിയെ നായകനാക്കി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു കളിയൂഞ്ഞാൽ. മമ്മൂട്ടിയുടെ 80കളിലെ കുടുംബ ചിത്രങ്ങളുടെ അതേ പാറ്റേണിൽ ഒരുക്കിയ ഈ ചിത്രത്തിൽ മമ്മൂട്ടി നന്ദഗോപാലൻ എന്ന IAS കഥാപാത്രമായിരുന്നു ചിത്രത്തിൽ അവതരിപ്പിച്ചിരുന്നത്. ഹിറ്റ്ലർ എന്ന മെഗാ ഹിറ്റ് ചിത്രത്തിന് ശേഷം ശോഭന മമ്മൂട്ടിയുടെ നായികയായി എത്തിയ ഈ ചിത്രം അനിയത്തി പ്രാവ് എന്ന ചിത്രത്തിലൂടെ മലയാളികളുടെ സെൻസേഷനായി മാറിയ ശാലിനി അഭിനയിച്ച അടുത്ത ചിത്രം കൂടിയായിരുന്നു. ബാലതാരമായി നിരവധി സൂപ്പർ ഹിറ്റ് മമ്മൂട്ടി ചിത്രങ്ങളിൽ നിറസാന്നിധ്യമായിരുന്ന ബേബി ശാലിനി വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടിയുടെ അനിയത്തിയായി വേഷമിടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടിയ ചിത്രമായിരുന്നു കളിയൂഞ്ഞാൽ. ദിലീപ് ഉപനായകനായി വേഷമിട്ട ഈ ചിത്രം അതുകൊണ്ട് തന്നെ ഒരുപാട് അനുകൂല ഘടകങ്ങളുമായിട്ടായിരുന്നു സൂപ്പർ ഹിറ്റ് പ്രതീക്ഷയിൽ ഓണത്തിന് കേരളത്തിലെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിരുന്നത്. പ്രശസ്ത നോവലിസ്റ്റായ സുധാകർ മംഗളോദയം കഥയെഴുതിയ ഈ ചിത്രം വാരികയിൽ മുൻപ് പ്രസിദ്ധീകരിച്ചിരുന്ന നോവലിന്റെ ചലച്ചിത്രാവിഷ്കാരമായതുകൊണ്ട് തന്നെ കഥയിൽ പുതുമ അവകാശപ്പെടാനുണ്ടായിരുന്നില്ല. കൂടാതെ ഓവർ സെന്റിമെന്റ്സും ചിത്രത്തിന് പ്രതികൂല വാദിച്ച ഘടകങ്ങളിൽ ഒന്നായിരുന്നു. എന്നിരുന്നാലും ഓണം സീസണിന്റെ അഡ്വാൻറ്റേജും ഫാമിലി ഓഡിയൻസിന്റെ സപ്പോർട്ടും മമ്മൂട്ടിയുടെയും ശാലിനിയുടെയും സാന്നിധ്യവും കളിയൂഞ്ഞാൽ എന്ന ചിത്രം സാമ്പത്തികമായി സേഫ് സോണിലെത്തി ഹിറ്റ് സ്റ്റാറ്റസ് നേടാനായി. ശത്രുഘ്നൻ തിരക്കഥാ സംഭാഷണം ഒരുക്കിയ ഈ ചിത്രത്തിൽ ഇളയരാജയുടെ മാസ്മരിക സംഗീതത്തിൽ വന്ന ഗാനങ്ങളെല്ലാം ചിത്രത്തിന്റെ വിജയത്തിന് സംഭാവന വഹിച്ചു എന്നുള്ളതിൽ എതിരഭിപ്രായമൊന്നും ഉണ്ടാകാനിടയില്ല. 97 അടുത്ത ഹിറ്റ് ചിത്രമായിരുന്നു ഓണത്തിനോടനുബന്ധിച്ച് സെപ്റ്റംബർ 12 തിയേറ്ററുകളിലെത്തിയ മായപ്പൊന്മാൻ. ദിലീപിനെ നായകനാക്കി തുളസിദാസ് സംവിധാനം ചെയ്ത ഈ ചിത്രം ഒരു കോമഡിക്ക് പ്രാധാന്യം നൽകിയെടുത്ത റൊമാൻറ്റിക് ഡ്രാമ ചിത്രമായിരുന്നു. ദിലീപിനെ കൂടാതെ കലാഭവൻ മണിയും പ്രധാനപ്പെട്ട വേഷം കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിൽ മോഹിനിയായിരുന്നു നായിക. ഓണം സീസണിന്റെ അഡ്വാൻറ്റേജിൽ കോമഡി ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് സംതൃപ്തി നൽകിയ മായപ്പൊന്മാൻ അതുകൊണ്ട് തന്നെ ചെറിയ മുതൽ മുടക്കിൽ പൂർത്തിയാക്കിയത് കൊണ്ട് തന്നെ തരക്കേടില്ലാത്ത കളക്ഷൻ നേടി സാമ്പത്തികമായി വിജയം കൈവരിച്ചു. ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുത്ത ഈ ചിത്രത്തിൽ ജഗതി ശ്രീകുമാർ, കുതിരവട്ടം പപ്പു, കുമരകം രഘുനാഥ്, ഹരിശ്രീ അശോകൻ, കൊച്ചിൻ ഹനീഫ, കൽപ്പന തുടങ്ങിയവരായിരുന്നു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ജെ പള്ളാശ്ശേരി തിരക്കഥാ സംഭാഷണം ഒരുക്കിയ ഈ ചിത്രം പ്രമുഖ കേന്ദ്രങ്ങളിൽ 50 ദിവസത്തിനോടടുത്താണ് പ്രദർശിപ്പിച്ചത്. മോഹൻ സിത്താര സംഗീത സംവിധാനം നിർവഹിച്ച മികച്ച ഗാനങ്ങളും ചിത്രത്തിന് മുതൽക്കൂട്ടായി. 97 ഒക്ടോബറിൽ ഒരു ചിത്രമാണ് സാമ്പത്തികമായി വിജയം കൈവരിച്ചത്. 97 അടുത്ത ഹിറ്റ് ചിത്രമായിരുന്നു സുരേഷ് ഗോപി നായകനായ തന്റെ കരിയറിലെ തന്നെ നാഴികക്കല്ലായി മാറിയ ലേലം. ഒക്ടോബർ 18 തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രം ജോഷിയായിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. രഞ്ജി പണിക്കർ തിരക്കഥാ സംഭാഷണം ഒരുക്കിയ ഈ ചിത്രം കമ്മീഷണർ എന്ന ചിത്രത്തിന് ശേഷം സുരേഷ് ഗോപിക്ക് ലഭിക്കുന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രമാണ്. സുരേഷ് ഗോപി ആനക്കാട്ടിൽ ചാക്കോച്ചിയായി ഗംഭീരമായ അഭിനയം കാഴ്ചവെച്ച ഈ ചിത്രം എല്ലാവിധ പ്രേക്ഷകരുടെയും പിന്തുണയോടെ വമ്പൻ വിജയമായിരുന്നു അക്കാലത്ത് നേടിയിരുന്നത്. മലയാളത്തിലെ പ്രിയ നടനായിരുന്ന MG സോമന്റെ അവസാന ചിത്രമായ ലേലം റിലീസ് ചെയ്ത എല്ലാ കേന്ദ്രങ്ങളിലും മികച്ച ഇനീഷ്യലിലും
ഗംഭീര കളക്ഷനിലും അതിഗംഭീരമായ വിജയമാണ് നേടിയത്. റിലീസ് കേന്ദ്രങ്ങളിൽ 100 ദിവസത്തിന് മുകളിൽ പ്രദർശിപ്പിച്ച ഈ ചിത്രത്തിൽ നന്ദിനിയായിരുന്നു നായിക. സ്പടികൻ ജോർജ്, NF വർഗീസ്, കൊച്ചിൻ ഹനീഫ, സിദ്ദിഖ്, മണിയൻപിള്ള രാജു തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരന്ന ഈ ചിത്രം 7 Arts ആയിരുന്നു നിർമ്മിച്ചത്. 97 നവംബറിൽ ഒരു ചിത്രം പോലും ഹിറ്റ് സ്റ്റാറ്റസ് നേടിയില്ല. 97 ഡിസംബറിൽ ഒരു ചിത്രമാണ് സാമ്പത്തികമായി വിജയം കൈവരിച്ചത്. 97 അവസാനത്തെ ഹിറ്റ് ചിത്രമായിരുന്നു മോഹൻലാൽ നായകനായി എത്തിയ ക്രിസ്മസിനോടനുബന്ധിച്ച് ഡിസംബർ 25 തിയേറ്ററുകളിലെത്തിയ ആറാം തമ്പുരാൻ. നായക പരിവേഷങ്ങൾക്ക് വേറൊരു മാനം നൽകിയ ഈ ആക്ഷൻ എന്റർടൈനർ ചിത്രം സംവിധാനം ചെയ്തത് ഷാജി കൈലാസ് ആയിരുന്നു. മോഹൻലാൽ അവതരിപ്പിച്ച ജഗന്നാഥൻ എന്ന കഥാപാത്രം അതിന്റെ എല്ലാ കരുത്തോടും കൂടി ആരാധക ലക്ഷങ്ങളെ സംതൃപ്തരാക്കിയതാണ് ആറാം തമ്പുരാൻ എന്ന ചിത്രം നേടിയ മെഗാ വിജയത്തിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന്. രഞ്ജിത്ത് തിരക്കഥാ സംഭാഷണമൊരുക്കിയ ഈ ചിത്രം ഗംഭീര ഇനീഷ്യലിലും മികച്ച കളക്ഷനിലും 95 ക്രിസ്മസ് കാലത്ത് തിയേറ്ററുകളെ ഇളക്കി മറിച്ച് മെഗാ വിജയം നേടിയ ചിത്രമായിരുന്നു. 97 ഏറ്റവും വലിയ കളക്ഷൻ നേടി നമ്പർ 1 സ്ഥാനം അലങ്കരിച്ച ആറാം തമ്പുരാനിൽ മഞ്ജു വാര്യരായിരുന്നു നായികാവേഷം കൈകാര്യം ചെയ്തത്. 4 സെന്ററുകളിൽ റെഗുലർ ഷോ അടക്കം 12 തിയേറ്ററുകളിൽ 100ാം ദിവസം കംപ്ലീറ്റ് ചെയ്ത ആറാം തമ്പുരാൻ രേവതി കലാമന്ദിറിന്റെ ബാനറിൽ സുരേഷ് കുമാറും സനൽകുമാറുമായിരുന്നു നിർമ്മിച്ചിരുന്നത്. നരേന്ദ്രപ്രസാദ്, സായി കുമാർ, ഒടുവിലുണ്ണികൃഷ്ണൻ, ശ്രീവിദ്യ, കുതിരവട്ടം പപ്പു, ഭീമൻ രഘു തുടങ്ങിയവർ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം രവീന്ദ്രനായിരുന്നു നിർവഹിച്ചത്. 97 ഏറ്റവും മികച്ച ഗാനങ്ങളിലൊന്നായ ഹരിമുരളീരവം എന്ന ഗാനം KJ യേശുദാസിന് മികച്ച ഗായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിക്കൊടുത്ത ചിത്രം കൂടിയായിരുന്നു ആറാം തമ്പുരാൻ. ആകെ സമ്മറി നോക്കുമ്പോൾ 1997 സാമ്പത്തികമായി വിജയം കൈവരിച്ച ചിത്രങ്ങളിൽ 3 ചിത്രങ്ങളുമായി മോഹൻലാലാണ് മുന്നിട്ട് നിൽക്കുന്നത്. 2 ചിത്രങ്ങൾ സുരേഷ് ഗോപിയുടേതായും ഒരു ചിത്രം മമ്മൂട്ടിയുടേതായും ഉണ്ടായിരുന്നു. ദിലീപും ജയറാമും 3 ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമായപ്പോൾ മുകേഷ് 2 ഹിറ്റ് ചിത്രങ്ങളുമായി തിളങ്ങി. ഇത്രയുമാണ് 1997 പുറത്തിറങ്ങിയ മലയാള ചിത്രങ്ങളിൽ സാമ്പത്തികമായി വിജയം കൈവരിച്ച് ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുത്ത ചിത്രങ്ങൾ.